നമസ്കാരം. ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അത് ലവ് ജിഹാദും അതുപോലെ നടക്കാൻ പാടില്ലാത്ത എന്നാ പെണ്ണിന്റെ ജീവിതം കോഞ്ഞാട്ടെ എന്ന് പറയുന്ന സംഘി മനസ്സും സംഘികളുമായിട്ടുള്ള ഒരു വിഭാഗത്തിന്റെ കുരുപൊട്ടൽ. ഇനി നേരെ തിരിച്ച് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കപ്പെട്ടു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിലെ സുഡാപ്പി മനസ്സുള്ള കുറച്ച് ആൾക്കാർ തങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ദീനിയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവൾ വഴിപഴിച്ചു പോയി എന്ന് പറയുന്ന സുഡാപ്പി മനസ്സിന്റെ ആൾക്കാർ. ഇതാണ് ഇതിന്റെ ഒരു വശം. രണ്ടാമത്തെ ഒരു വശം നമുക്കറിയാം, ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിം ഒരു എന്താ പറയാ സ്വർഗാവകാശിയായി ഒരു പെണ്ണിനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ മതം മാറ്റി ഇപ്പോ നമുക്ക് അംഗസംഖ്യ കൂട്ടികളെ എന്ന് ചിന്തിക്കുന്ന സുഡാപ്പി മനസ്സായിട്ടുള്ള ഒരു വിഭാഗം അവരതിനെ ന്യായീകരിക്കും. അവിടെ സംഘി മനസ്സിലുള്ളവർ അതിനെ ഈ രീതിയിൽ ലവ് ജഹാദും മറ്റതുമായി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഇവിടെ അത് ന്യായീകരിക്കും. ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ പ്രേമിച്ചോ അല്ലാതെ വിവാഹം കഴിച്ചാൽ നേരെ വിപരീതമായിട്ടും സംഗതി വരും. എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇവിടുത്തെ കുറെ സംഘികൾക്കും സംഘി മനസ്സുള്ളവർക്കും സുഡാപ്പി മനസ്സുള്ളവർക്കുമാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് ഇപ്പൊ ഈ അടുത്ത് കണ്ടത് മൊനാലിസയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. മൊനാലിസ നമ്മൾ കുംഭമേള നായികയുണ്ടല്ലോ, ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് പ്രശസ്തയായ കുംഭമേള നായിക, പിന്നീട് ബോബി ചെമ്മണ്ണൂരൊക്കെ ഇവിടെ വേദിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള ആ കുംഭമേളയിലെ നായിക മുഹമ്മദ് ഫർമാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കേരളത്തിൽ വെച്ച് വിവാഹം കഴിച്ച വാർത്തയാണ് കാണുന്നത്. അവിടെ ചില കമന്റുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ആ പെണ്ണിന്റെ ജീവിതം പോയി, അവന്റെ മുഖം കണ്ടില്ലേ, അവൻ പോയില്ലേ എന്ന്. സത്യത്തിൽ കുറെ വിവരദോഷികളായ കുറെ സംഘിക്കുട്ടന്മാരും കുട്ടികളും കുറെ വിവരദോഷികളായ സുഡാപ്പിക്കുട്ടന്മാരും കുട്ടികളും ഇവരാണ് നമ്മുടെ ഈ ലോകത്തിന്റെ ശാപം. എങ്ങനെയാണ് എന്ന് ഞാൻ വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വീഡിയോ മുഴുവൻ കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിഷയം മനസ്സിലാക്കണമെന്നില്ല. ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, മൊണാലിസേനെ സംഭവിച്ച് നോക്കുമ്പോൾ സംഘിക്കുട്ടന്മാർക്കാണ് കുരുപൊട്ടുന്നത് എന്നതുകൊണ്ട് പൂർണ്ണമായും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കണ്ടാൽ അതിലും കുറച്ച് നിർത്തിപ്പോയി. ഏതായാലും നിങ്ങൾ എന്നെ തെറി വിളിക്കും. ഞാനുള്ള കാര്യം ഞാൻ പറയാം. ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടി, ഈ ഫർമാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അത് മനുഷ്യരാണല്ലോ. അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അവർ വിവാഹം കഴിക്കുന്നു, ജീവിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മതം എന്ന് മനസ്സിലാക്കണം. ഈ മതം എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ് ഇവിടുത്തെ സംഘികളും സുഡാപ്പികളും. എന്താണ് ദൈവം എന്ന് മനസ്സിലാക്കണം, എന്താണ് വിശ്വാസം എന്ന് മനസ്സിലാക്കണം. ഇതൊന്നും അറിയാത്തവരാണിവർ. അപ്പൊ ചോദിക്കും, നിനക്കിതെല്ലാം അറിയാമല്ലോടെ എന്ന്. എനിക്കിതെല്ലാം അറിയാം, ഞാൻ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഞാനത് പഠിപ്പിക്കുന്നുമുണ്ട്. എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡും സ്പിരിച്വൽ സൈക്കോളജിയും വെച്ചിട്ട് കൃത്യമായി ദൈവം എന്താണ്, മനുഷ്യൻ എന്താണ്, മതങ്ങൾ എന്താണ്, മനുഷ്യന്മാർ തമ്മിൽ, മതങ്ങൾ തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ച് എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അതിനുവേണ്ടി മറ്റു മതങ്ങളെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അതിലെനിക്ക് പേരുകളുമുണ്ട്. സാബു കുട്ടട്ടി എന്നുള്ള പേര് മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. ഒരു സന്യാസ പേരുണ്ട്, അപ്പുറത്തെ തന്നെ ബൈബിൾ പഠിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു പേരുമുണ്ട്. ഈ പേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. പിന്നെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് സമയമുള്ളത് കൊണ്ടാണ്. നമുക്ക് കാട് കയറാതെ വിഷയത്തിലേക്ക് വരാം. സത്യത്തിൽ ഈ മതങ്ങൾ എന്താണ്? ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളി. മതം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട്ടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യുന്നത് പോലെ എന്ന് കണക്കൂട്ടിയാൽ മതി. ലക്ഷ്യം കോഴിക്കോടാണ്. ചിലർ ബസ്സിൽ വരും, ചിലർ ട്രെയിനിൽ വരും, ചിലർ കാറെടുത്ത് വരും, ചിലർ നടന്നു വരും, ചിലർ ഓട്ടോറിക്ഷ വിളിച്ചു വരാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വരാൻ പറ്റും, ഇപ്പൊ നിയമം മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു വരും. അങ്ങനെ പല രീതിയിലും ആൾക്കാർ വരും. ഈ വരുന്ന മാർഗങ്ങളെയൊക്കെ നിങ്ങൾ മതങ്ങളെന്ന് വെച്ചാൽ മതി. ഇനി വേണ്ട, അതൊരു ഏറ്റക്കുറച്ചിൽ വരുന്നു കരുതും. വേണ്ട, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആൾക്കാർ ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യുന്നു. ട്രെയിനാണ് മതമെന്ന് കൂട്ടിക്കോളും. ഒരു മതം വന്ദേ ഭാരതാണ്, മറ്റൊരു മതം എക്സ്പ്രസ് ആണ്, മറ്റൊന്ന് മെയിലാണ്, മറ്റൊന്ന് ലോക്കലാണ്. ഇങ്ങനെ പല രീതിയിൽ ചിലതൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങി പോകേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ആൾക്കാരുടെ സഹായം വാങ്ങിയിട്ട് പോകുന്ന കേസുകൾ അത്തരത്തിൽ പോകും. പക്ഷെ ഏതായാലും പോക്ക് എവിടേക്കാ? കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് എത്തുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അതുപോലെ ഉള്ളൂ ഈ മതങ്ങൾ എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയക്കാരെ നോക്കാം. ഇവിടുത്തെ CPM ഉണ്ട്, CPI ഉണ്ട്, ഇവിടെ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, മറ്റ് പാർട്ടികളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഇപ്പോ SDPI ഉണ്ട്, എന്തൊക്കെയുണ്ട് എനിക്കറിയാൻ വയ്യ, കുറെ എണ്ണം ഉണ്ട്. 2 കൈയിലും 4 കൈയിലും 16 കൈയിലും ഒതുങ്ങാത്ത രീതിയിൽ ഇവിടെ പാർട്ടിക്കാരുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാം ലക്ഷ്യം എന്താണ്? 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന് ഗൂഢലക്ഷ്യം, അവർക്ക് കാശുണ്ടാക്കുക, നേതാക്കന്മാർക്ക് കാശുണ്ടാക്കുക. അത് ഗൂഢലക്ഷ്യമാണ്. യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളം നന്നാക്കുക, നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും
നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു ഡെവലപ്മെന്റ് സ്റ്റേറ്റ് ആക്കി നമ്മളെ മാറ്റുക, നമ്മുടെ സ്റ്റേറ്റിനെ മാറ്റുക, ഈ കേരള സംസ്ഥാനത്തെ മാറ്റുക. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ ഇതൊക്കെല്ലാം കട്ടുമുടിച്ചുകൊണ്ട് ഇവിടുന്ന് പുട്ടടിച്ചുകൊണ്ട് പോകണമെന്ന് ഒരു പാർട്ടിക്കാരും പറയുന്നില്ലല്ലോ. ഇല്ല. അത് ഏത് പാർട്ടിക്കാരായാലും. ഇനി രാജ്യത്തിന്റെ കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്ത് ഒന്നായിട്ട് നിൽക്കണം, ഒന്നാം സ്ഥാനത്ത് നിൽക്കണം, ലോകത്തിന്റെ മൊത്തം അടിസ്ഥാന സൗകര്യങ്ങൾ വളരണം, ഇവിടുത്തെ വിദ്യാഭ്യാസം വളരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൗരന്മാർ ലോകത്തിൽ ഏറ്റവും ഒന്നാമതായി തന്നെ നിൽക്കണം, നമ്മുടെ മൂല്യം, നമ്മുടെ പണത്തിന്റെ മൂല്യം എല്ലാം മേലെ തന്നെ നിൽക്കണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാ പാർട്ടിക്കാരും പറയുന്നത്, എല്ലാ നേതാക്കന്മാരും പറയുന്നത്. അല്ലാതെ നമ്മുടെ രാജ്യം അമേരിക്കന്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വോട്ട് പിടിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനെ നാളെ ഖജനാവ് ഞാൻ കൊള്ളയടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ വോട്ട് പിടിക്കാറുണ്ടോ? ഇല്ല. എല്ലാ ബാധ്യതകളും തീർക്കാന്ന്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. എല്ലാ പാർട്ടിക്കാരും പരസ്പരം കുറ്റം പറയുന്നത് എടുക്കണ്ട. അത് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം മാത്രമാണ്, ഒരു വെറുതെ എടുക്കുന്ന ഡയലോഗ് മാത്രമാണ്. അതിൽ ഒരു വാല്യൂ ഉണ്ടാവില്ല. അവരുടെ വാഗ്ദാനങ്ങൾക്കും എന്താ പറയാ, അവരുടെ പ്രകടന പത്രികയൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മതി എന്തായിരിക്കും ഈ സ്റ്റേറ്റിനെ അവർ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇതിനെ സമുദ്ധരിക്കാനും സംസ്കരിക്കാനും ഡെവലപ്പ് ചെയ്യാനും അല്ലാതെ മറ്റൊരു കാര്യവും ഒരു പാർട്ടിക്കാരും പറയില്ല. അതായത് എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ലക്ഷ്യം ഒന്ന് തന്നെയാണ്, പക്ഷെ മാർഗം വ്യത്യസ്തമാണ്. ചിലര് ചുമന്ന കൊടി പിടിച്ചിട്ട് ചുറ്റികയും അരിവാളും കൊണ്ടുപോകണമെങ്കിൽ മറ്റു ചിലർ അരിവാള് നെൽക്കതിരും കൊണ്ടുപോകുന്നു, വേറെ ചിലർ കൈ പതിച്ചത് കൊണ്ടുപോകുന്നു, മറ്റു ചിലർ പച്ചയിൽ നക്ഷത്രം അടിച്ചുകൊണ്ട് പോകുന്നു. ഇത്രയൊക്കെയുള്ള വ്യത്യാസം. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ മതങ്ങൾ എന്ന് പറയുന്നത്. മതങ്ങൾ എല്ലാം ദൈവത്തിലുള്ള സമർപ്പണം, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്ന മനുഷ്യ മനസ്സിന്റെ സമുദ്ധാരണത്തിന്റെ 4 തലങ്ങളുണ്ട്. ഒരു ബേസ് ഞാനൊന്ന് സൂചിപ്പിച്ചു പോകാം. ഒന്ന് അതിന്റെ ബേസ് ലെവലാണ്, ഒന്നാമത്തെ ലെവൽ. അവിടെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നതും ഈ തർക്കങ്ങൾ നടക്കുന്നതും ഈ സംഘി സുഡാപ്പിയുള്ള സകല എണ്ണം ഉള്ളതും ഈ പിത്തനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യന്റെ മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കുന്നതെല്ലാം അവിടെയാണ്, ഒന്നാമത്തെ തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വഴിപാട് നടത്തും, ഞാൻ നിനക്ക് പ്രാർത്ഥിക്കും, ഞാൻ നിനക്ക് അത് തരും, ഞാൻ നിനക്ക് ഇത് ചെയ്തു തരും, നീ എനിക്ക് തരണം എന്ന് പറയുന്ന ഒരു ഗീവ് ആൻഡ് ടേക്ക്, ഒരു കൈക്കൂലി കൊടുക്കുന്ന ഒരു രീതി. ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക, ദൈവത്തിന് കോഴ കൊടുക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ രീതിയിൽ ദൈവം എന്താണെന്ന് അറിയാതെ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ മാത്രമേ ദൈവം ഇങ്ങോട്ട് തരൂ എന്ന് പറയുന്ന ഒരു രീതി. അതാണ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡിന്റെ ബേസിക് തലം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്ന വലിയൊരു വിഭാഗം ജീവിക്കുന്ന ഒരു തലം എന്ന് പറയാം. ഞാൻ അതിലില്ല, എനിക്കതിന് പറ്റൂല. അതുകൊണ്ടാണ് എനിക്കെല്ലാ മതത്തെയും ഒരുപോലെ കാണാൻ, എല്ലാ വിശ്വാസത്തെ ഒരുപോലെ കാണാൻ, എല്ലാ വിശ്വാസ ആരാധനാ കേന്ദ്രങ്ങളെ ഒരുപോലെ കാണാൻ പറ്റുന്നത്. അത് മറ്റുള്ളവർക്ക് പറ്റുന്നില്ല. ഈ ബേസിക് തലത്തിൽ നിൽക്കുന്നവർക്ക് പറ്റില്ല. ഇനി അതിന്റെ രണ്ടാമത്തെ തലമാണ് എന്താണ് ദൈവം എന്നുള്ളത്. ഇങ്ങനെ ദൈവത്തിന് കൈക്കൂല്യം കൊടുത്തിട്ട് മുട്ടയെ അടിച്ച് വെടിയും പൊട്ടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നതാണോ ഒരു ദൈവവിശ്വാസം എന്ന് പറയുന്നത്? അതാണോ ദൈവം? ആരാധന എന്താണ്? എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അപ്പൊ ദൈവം എന്താണ്? ഒരു എൻക്വയറി. ആ എൻക്വയറിയാണ് അതിന്റെ രണ്ടാമത്തെ തലമായിട്ട് നമ്മൾ പറയുന്നത്, എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ്. പിന്നെ അതിന്റെ മൂന്നാമത്തെ തലമാണ് എന്താണ് ദൈവം എന്ന് കണ്ടെത്തുന്നത്. അവിടെയൊക്കെ ഞാനൊക്കെ നിൽക്കുന്നത്. എന്താണ് ദൈവം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതം എന്താണെന്ന് മനസ്സിലാവും, ദൈവം എന്താണെന്ന് മനസ്സിലാവും, മനുഷ്യനും മതവും തമ്മിലുള്ള ബന്ധം മനസ്സിലാവും, മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനസ്സിലാവുമ്പോൾ മതം എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ മാർക്സ് പറഞ്ഞിട്ടുള്ള കറുപ്പുണ്ടല്ലോ, അതിന് ഇറങ്ങിപ്പോകും. കറുപ്പുണ്ടാവില്ല. ഒരു ഹിന്ദുവിന് ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല, ഒരു മുസ്ലിമിന് ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ചൊറിച്ചിലുണ്ടാവില്ല. നേരത്തെ മൊണാലിസന്റെ കാര്യം പറഞ്ഞതുപോലെ താടി വെച്ച മുഹമ്മദ് ഫറാൻ വന്ന് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് അവന്റെ താടി കണ്ടിട്ട് ഹാലിളകുന്ന സംഖ്യകളുണ്ടല്ലോ, അങ്ങനെ സംഖ്യകൾക്ക് ഒറ്റെണ്ണത്തിന് കുരുപൊട്ടൂല. അപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചിന്തിക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കാണണം. ഏത് മതമാണ് നരകത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത്? ഹിന്ദു മതം കാണിച്ചു തരുന്നുണ്ടോ? ഇസ്ലാം മതം കാണിച്ചു തരുന്നുണ്ടോ? ക്രിസ്തു മതം കാണിച്ചു തരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും മതം മനുഷ്യൻ മരണാനന്തരം നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ നരകമായി അവൻ ജീവിച്ചാൽ മതി, തോന്നിയതുപോലെ ജീവിക്കട്ടെ, അഴിഞ്ഞാടി ജീവിക്കട്ടെ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരു മതവും പറയുന്നില്ല. ഞാൻ ഒരു മതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ പഠിച്ച മതങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. മറ്റു മതങ്ങളെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഗൂഗിൾ അമ്മച്ചിയൊക്കെ ഉണ്ടല്ലോ, ജെമിനി അമ്മച്ചിയുണ്ട്, ChatGPT അമ്മച്ചിയുണ്ട്. ഇവരെയൊക്കെ നമ്മളൊന്ന് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. എവിടെയും അത്തരത്തിലൊന്നും കണ്ടിട്ടില്ല. ചുരുക്കം പറഞ്ഞാൽ മതവും മതവിശ്വാസവും എന്ന് പറഞ്ഞാൽ മനുഷ്യന് തമ്മിലൊരു എന്താ പറയാ, ഒരു മാർഗം, ഏത് മാർഗത്തിൽ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ഏതാണ് ശ്രേഷ്ഠം ഏതാണ് മോശം എന്നൊന്നുമില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും മതത്തിന്റെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അങ്ങനെയുണ്ടല്ലോ. ഇപ്പോ ജയ് ശ്രീറാം എന്ന് വിളിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഇനി അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മാത്രമേ അവൻ സ്വർഗത്തിൽ കടക്കൂ. ഇങ്ങനെയൊക്കെ വാശി എടുക്കുകയാണെങ്കിൽ സർവശക്തനായ ദൈവം തോറ്റു. സത്യത്തിൽ ജഗനിന്ദാവായ പരമേശ്വരനെ തന്നെയാണ് എല്ലാവരും ആരാധിക്കുന്നത്. അതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതിലൂടെ ഇവിടെ പറയുന്നില്ല. ആ പരമേശ്വരന്റെ വിവിധ ഭാവങ്ങളാക്കിക്കൊണ്ട് ആ ഭാവങ്ങളോട് ഹൈന്ദവ വിശ്വാസപ്രകാരം ചോദിക്കുമ്പോൾ ഇസ്ലാം മത വിശ്വാസപ്രകാരം ആ ഭാവങ്ങളെല്ലാം ആവാഹിച്ചിട്ടുള്ള ഒരൊറ്റ ഭാവമുണ്ട്. ആ ഭാവത്തോട് മുസ്ലിങ്ങൾ ചോദിക്കുന്നു എന്നല്ലാതെ യാതൊരു വ്യത്യാസവും വിശ്വാസങ്ങൾ തമ്മിൽ ഇല്ല.
അത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് എത്തുമ്പോൾ ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ അതുമില്ല. ഇതിന്റെ എല്ലാം ഒരു പോക്കെന്ന് പറയുന്നത് ഏകദൈവത്തിലേക്കാണ്, പരമേശ്വരനിലേക്കാണ്. പരമേശ്വരൻ എന്നുള്ള പദത്തിലേക്ക് തന്നെയാണ് എല്ലാം എത്തിച്ചേരുന്നത്. ആ പരമേശ്വരനിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെ മാർഗം മാത്രമാണ് ശരി, ഞങ്ങളത് മാത്രമാണ് ശരി എന്ന് വാദിക്കുന്നതാണ് തെറ്റ്. അതാണ് ബുദ്ധിയില്ലായ്മ, മൂഢത്തരം എന്ന് പറയുന്നത്. ഇവിടെ ഈ മൊനാലിസ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വഴിയിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ്. മറ്റേ മുഹമ്മദ് ഫർഹാൻ എന്ന് പറയുന്നവൻ അടുത്തൊരു വഴിയെ പോകുന്നവനാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതുവഴി പോട്ടെ, ഇവിടെ ഇതുവഴി പോട്ടെ, അവർ രണ്ടും കൂടി ഒരുമിച്ച് ജീവിക്കുന്നതിന് ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച എന്താ കുഴപ്പം? ഇനി ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ച എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ സുഖമായിട്ട് ജീവിക്കും. പക്ഷെ സമൂഹവും മറ്റുള്ളവരും അവരെ ജീവിക്കാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിൽ പല വിഷയങ്ങളും സംഭവിക്കും. നമ്മുടെ പ്രവാചകന്മാരെ എടുത്തു നോക്കുമ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ പറയുന്നത് മുസ്ലിം വിഭാഗത്തിലെ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാര് മുഴുവൻ എല്ലാവരും സമാന മതസ്ഥരെയാണോ കല്യാണം കഴിച്ചിട്ടുള്ളത്? ആണോ? അല്ലല്ലോ. ചരിത്രം അങ്ങനെയാണ്. അത് ഏത് വിഭാഗമായാലും അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അവിടെ എത്ര മതങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ആ മതവിശ്വാസികളായിട്ടുള്ള അവർക്കുള്ളാവുന്ന ആൾക്കാരുമായിട്ട് കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അത്, യാതൊരു വ്യത്യാസവും ഇല്ലത്. അതായത് വിവാഹം കഴിക്കുന്നതിനോ ഒരു കുടുംബത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനോ ഒന്നും ഈ മതം ഒരു പ്രശ്നമേമല്ല. മതം എന്ന് പറയുന്ന ഒരു വിഷമായി മാറുന്നത് അത് നമ്മുടെ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മെന്റിന്റെ ബേസിക് തലത്തിൽ നിന്നുകൊണ്ട്, അതായത് മൂന്നാമത്തെ തലത്തിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ ഏറ്റവും ബേസിൽ നിന്നുകൊണ്ട് എന്റെ മതം മാത്രമാണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് വാദിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഈ മൊനാലിസയുടെ വിവാഹത്തിൽ മൊനാലിസയുടെ വരന് താടി ഉണ്ടായി പോയത് കുരുപൊട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.